ഞാൻ ആകാശത്തായിരുന്നു ജീവിച്ചത്. ലൈംഗിക സുഖം എന്ന് പറയുന്നതിനെ കുറേശ്ശെ റിലീസ് ചെയ്യുന്നത് വഴി ആളുകളെ കൈകാര്യം ചെയ്യാൻ പറ്റുമെന്ന് കണ്ടുപിടിച്ചതാണ് ഈ വിവാഹമൊക്കെ. നമുക്കിപ്പോഴും ചിമ്പാൻസിയോട് പോലും നമുക്കൊരു കമ്മ്യൂണിക്കേഷൻ സാധ്യമല്ല. ഇത് പുതിയ കാര്യമാണ് ഞാനീ പറയുന്നത്. ഇത് ഇവിടുത്തെ ശാസ്ത്രജ്ഞന്മാരൊന്നും പറഞ്ഞിട്ടില്ല, അത് മറക്കണ്ട. അല്ലല്ല, കോൺട്രവേഴ്സി എന്നുള്ളതല്ല ഇത്. ഞാനീ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ചാൽ ഇവനങ്ങനെ അല്ലാതെ. കാരണം ഒരിക്കൽ പോലും നിങ്ങൾക്ക് ഈ ഫോസിലിനകത്ത് പഴയ ഒരു ജീവിയെ ഇതുവരെ നമ്മുടെ നാട്ടിൽ കണ്ടിട്ടില്ല. അല്ല, മതമല്ല, മതം എന്ന് പറയുന്ന വഴിനീളെ വന്ന ഒരു സാധനം മാത്രമല്ല. മതമൊക്കെ എന്ന് പറയുന്നത് ആൾക്കാർക്ക് വിഷയവിവരമില്ലാത്തവന് പറയുന്നതാണ്. അല്ലാതെ ജീവൻ രൂപപ്പെട്ടു വന്നിരിക്കുന്നത് മര്യാദഘട്ട രീതിയിലാണ് എന്ന് കണ്ടെത്തുന്നതല്ല. അത് അങ്ങനെയാണ് അത് മനസ്സിലാക്കേണ്ടത്. മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് പറയും. അവർക്ക് ആയുധം വിൽക്കാനായിട്ട് ഒരു കൊച്ചു രാജ്യങ്ങളെ തമ്മിലടിപ്പിച്ചാൽ അവിടെ ആയുധം അവിടെ വിൽക്കാൻ പറ്റുമെന്ന് കണ്ടെത്തി അവരത് ചെയ്യും. അല്ലാതെ അവിടെ നിന്ന് ഒരു മതപ്രശ്നമൊന്നും ഇല്ല. നമ്മുടെ മലയാളികൾക്ക് ഇപ്പോഴും ഒരു അപകർഷതാബോധം ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്നുണ്ട്. അതായത് കണ്ണ്, മൂക്ക്, നാക്ക് എന്നൊക്കെ പറയുന്നത് പോലെ സ്വന്തം ലൈംഗിക അവയവത്തിന്റെ പേര് പോലും പറയാൻ മടിക്കുന്ന ഒരു സമൂഹമാണ്. അതുകൊണ്ട് ലൈംഗികത എന്ന് പറയുന്നത് ഭരണ സംവിധാനത്തിന് ഏറ്റവും കൂടുതൽ ഇടപെട്ടിട്ടുള്ള ഒരു സാധനമാണ്.